ഹൗ ടു ഫൈൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നിങ്ങൾ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ പഠിച്ചു നോക്കുക. അതായത് 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ആണ്, 4ൻ്റെ സ്ക്വയർ 16 ആണ്. അങ്ങനെ നിങ്ങൾ ഒരു 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ പഠിച്ചു വെക്കുക. ഓക്കെ, എങ്കിലാണ് നമുക്ക് എളുപ്പത്തിൽ ഏത് നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ഇത്ര വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ അറിയുന്ന സ്ഥിതിക്ക് ഇതിൻ്റെ റൂട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. അതായത് ഇപ്പോൾ 1 സ്ക്വയർ 1 ആണ്. അതേ സ്ഥാനത്ത് നമ്മളോട് റൂട്ട് 1 ചോദിച്ചാൽ നമ്മൾ 1 എന്ന് എഴുതും. 2 സ്ക്വയർ 4 ആണ്. അപ്പോൾ നമ്മളോട് റൂട്ട് 4 ചോദിച്ചാൽ നമ്മൾ 2 എന്ന് എഴുതും. 3 സ്ക്വയർ 9 ആണ്. അപ്പോൾ നമ്മളോട് റൂട്ട് 9 ചോദിച്ചാൽ 3 എന്ന് എഴുതും. ഓക്കെ, അങ്ങനെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആക്കി എഴുതിയാൽ റൂട്ടായി. റൂട്ട് 16 4, റൂട്ട് 25 5, റൂട്ട് 36 6, റൂട്ട് 49 7, റൂട്ട് 64 8, റൂട്ട് 81 9, റൂട്ട് 100 10. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. എന്നാൽ അതിൽ വലിയ നമ്പേഴ്സ് വരും, അതിനേക്കാൾ വലിയ നമ്പേഴ്സ് നമുക്ക് വരികയാണ്. അതായത് റൂട്ട് 225 എത്രയാണെന്ന് നമ്മളോട് ചോദിക്കുന്നു. അതുപോലെ റൂട്ട് 1225, അതുപോലെ റൂട്ട് 256, അതുപോലെ റൂട്ട് 169. ഇങ്ങനത്തെ നമ്പേഴ്സൊക്കെ നമ്മളോട് ചോദിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കാരണം ഇത് നമ്മൾ അധികം കണ്ടു പരിചയമില്ലാത്ത സ്ക്വയർ റൂട്ട്സാണ്. അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ റൂട്ടിൽ അവസാനത്തെ ഡിജിറ്റ് നോക്കുക. ഇവിടെ 5 ആണ് അവസാനത്തെ ഡിജിറ്റ് വരുന്നത്. അപ്പോൾ 5 അവസാനം വരുന്നത് 5ൻ്റെ സ്ക്വയറിന് മാത്രമാണ് അല്ലേ? ബാക്കി ഒന്നിനും ലാസ്റ്റ് ഡിജിറ്റ് 5 വരുന്നില്ല. ഒരു പെർഫെക്റ്റ് സ്ക്വയറിനും ലാസ്റ്റ് ഡിജിറ്റ് 5 വരുന്നില്ല. 5ൻ്റെ സ്ക്വയറിന് മാത്രമാണ് ലാസ്റ്റ് 5 വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആൻസറിലും ഫൈനൽ ഡിജിറ്റ് 5 ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് 5 ആയിരിക്കും. അതിൻ്റെ ഈ ഒരു ഡിജിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ 2 എടുക്കുക. ഓക്കെ, ആദ്യത്തെ ഡിജിറ്റ് എടുക്കുക, ഫസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിൽ നിന്ന് 2 ഡിജിറ്റ് ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. എല്ലാ നമ്പറിലും അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഫസ്റ്റത്തെ ഡിജിറ്റ്, അത് 2 ആണ് അല്ലേ? ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് 2 ആണ്. അപ്പോൾ 2 വരുന്നത് എവിടെയാണെന്ന് നോക്കുക. 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്. ഇതിനിടയിലായിട്ടാണ് 2 വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കോട്ടേക്ക് എടുക്കുക. അതായത് 2ൻ്റെ പിന്നിൽ വരുന്നത് 1 സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ 1 ഫസ്റ്റ് ചെയ്ത ഇതായിരിക്കും ആൻസർ. മനസ്സിലായോ? ഇവിടെയാണെങ്കിലും ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പോൾ ഫൈനൽ ഡിജിറ്റ് 5 ആയിരിക്കും. ഇനി പിന്നെ ഫസ്റ്റത്തെ ഡിജിറ്റ് 12 ആണ്. അപ്പോൾ 12 വരെ 9ൻ്റെയും 16ൻ്റെയും ഇടയിലായിരിക്കും. അതായത് 9ൻ്റെയും 16ൻ്റെയും ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ 9ലേക്ക് എടുക്കുക. ഓക്കെ, മുൻപിലേക്ക് എടുക്കുക. അപ്പോൾ മുൻപിലേക്ക് എടുക്കുമ്പോൾ 3 ആണ് വരിക. അപ്പോൾ 35. മനസ്സിലായോ? അടുത്തത് 256ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ 6 ലാസ്റ്റ് വരുന്നത് 4ൻ്റെ സ്ക്വയറിന് വരുന്നുണ്ട്, പിന്നെ 6ൻ്റെ സ്ക്വയറിന് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന നമ്പറിന് ഫൈനൽ ഡിജിറ്റ് ഒന്നുകിൽ 4 ആയിരിക്കും, അല്ലെങ്കിൽ 6 ആയിരിക്കും. ഏതെങ്കിലും ഒന്നാവാം. ഓക്കെ, ഇതിലേതാണെന്ന് നമുക്കറിയില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ഡിജിറ്റ് ആണല്ലോ. ഫസ്റ്റ് 2 ആണ് വരുന്നത്. അപ്പോൾ 2 വരുന്നത് 1ൻ്റെയും 4ൻ്റെയും ഇടയിലാണ്. അപ്പം 1 ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ? പിന്നിലേക്ക് നമ്മൾ എടുക്കുക. അപ്പോൾ 1 ആണ് വരിക. അപ്പോൾ ഇങ്ങനെ വരിക. ഒന്നുകിൽ 14 ആയിരിക്കും, അല്ലെങ്കിൽ 16 ആയിരിക്കും. 256ൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് നോക്കാം. 14ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് നോക്കാം. 14 × 14, 4 4 എത്രയാണ്? 16. 1 1 4 4, 5 1 4 4, 1 1 6 9 1. അപ്പോൾ 14ൻ്റെ എല്ലാമെന്ന് നമുക്ക് മനസ്സിലായി. കാരണം 14ൻ്റെ 196 വരുന്നത്. ഇനി 16 എടുക്കുക. 16 × 16, 6 6 36, 3 1 6 6 7 8 9, 1 6 6, 1 1 1. അപ്പോൾ 6 15 1 2, 256. അപ്പോൾ 256ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 16 എന്നാണെന്ന് നമുക്ക് കിട്ടി. മനസ്സിലായില്ലേ? ഇനി 169 എടുക്കുക. ഇവിടെ ഫൈനൽ ഡിജിറ്റ് വരുന്നത് 9 ആണ്. 9 ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 3ൻ്റെ സ്ക്വയറിനും വരുന്നുണ്ട്, അതുപോലെ തന്നെ 7ൻ്റെ സ്ക്വയറിനും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആൻസറിൽ ഫൈനൽ ഡിജിറ്റ് ഒന്നുകിൽ 7 ആയിരിക്കും, അല്ലെങ്കിൽ 3 ആയിരിക്കും. ഓക്കെ, ഇനി ഫസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ ഡിജിറ്റ് 1 ആണ്. അപ്പോൾ 1 വരുന്നത് 1 സ്ക്വയറിനാണ്. അപ്പോൾ 1 ആയിരിക്കും. ഒന്നുകിൽ 13 ആയിരിക്കും, അല്ലെങ്കിൽ 17 ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 നമ്പർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. 13 × 13, 3 3 എത്രയാണ്? 9. 1 3 3, 1 3 3, 1 1 1, 9 6 1, 169. അപ്പോൾ നമ്മുടെ ആൻസർ 13 ആയിരിക്കും. ഇതുപോലെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. റൂട്ട് ഓഫ് 484, ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ 4 ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് ഒന്ന് 2ൻ്റെ സ്ക്വയറിനും പിന്നെ 8ൻ്റെ സ്ക്വയറിനും ആണ്. അപ്പോൾ ഒന്നുകിൽ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും, അല്ലെങ്കിൽ 8 ആയിരിക്കും. ഫസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ
ആ അവസാനത്ത് നിന്ന് 2 ഡിജിറ്റ് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ഡിജിറ്റ് നോക്കുക. ആദ്യം 4ആണുള്ളത്. അപ്പം 4 വരുന്നത് 1ൻ്റെ 2ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ 2 ഒന്നുകിൽ 22 ആയിരിക്കും അല്ലെങ്കിൽ 28 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് നോക്കാം. 22 × 22 ചെയ്ത് നോക്കാം. 2 2s are 4, 2 2s are 4, 2 2s are 4, 2 2s are 4, 484, 484. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 22. 2025. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്കിൽ നിന്ന് മുന്നോട്ടേക്ക് 2 ഡിജിറ്റ് ഒന്ന് കട്ട് ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പോൾ 5 വരുന്നത് 25ൻ്റെ സ്ക്വയറിന് മാത്രമാണ് ലാസ്റ്റ് 5 വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഡിജിറ്റ് 5 ആയിരിക്കും. ഇവിടുത്തെ ഡിജിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ 20 ആണുള്ളത്. അതായത് 16നും 25നും ഇടയിലാണ് 20 വരിക. അപ്പോൾ നമ്മൾ ബാക്കിലേക്കാണ് എടുക്കേണ്ടത്. 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണ്. ഇതിൻ്റെ ആൻസർ 45 ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ 45 × 45, 5 5 25, 2 4 5 20, 2 22, 4 5 20, 4 4 16, 2 18, 5 2 10 2. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഏത് നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൻ്റെ ഒരു കൺസെപ്റ്റ് വീഡിയോ ഇടുന്നുണ്ട്. ക്വസ്റ്റ്യൻസും ചെയ്യും കേട്ടോ. ആ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്സ് എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഇത് പഠിച്ചിട്ട് നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.